നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമേശ്വരം ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടുള്ള കടലിലാണ്. ഇത് അഗ്നിതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശിവഭക്തനായിട്ടുള്ള രാവണനെ വധിച്ചതിന് ശേഷം ആ പാപം തീർക്കുന്നതിനായിട്ട് ഈ അഗ്നിതീർത്ഥത്തിൽ മുങ്ങി കുളിച്ചെന്നും ഇവിടെ ശിവലിംഗം വച്ച് പൂജ നടത്തി അങ്ങനെയാണ് ഈ രാമേശ്വരം ക്ഷേത്രം ഉണ്ടായതെന്നുമാണ് വിശ്വാസം. രാമേശ്വരം ക്ഷേത്ര ദർശനത്തിനായി വരുന്ന ഭക്തജനങ്ങൾ ആദ്യം ഈ അഗ്നിതീർത്ഥത്തിൽ കുളിക്കണം. അതിനുശേഷം ക്ഷേത്ര മതിൽക്കകത്തുള്ള 22 തീർത്ഥങ്ങളിലും കുളിച്ചതിന് ശേഷമാണ് ക്ഷേത്ര ദർശനം നടത്താറ്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഇവിടെ കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ്. സർവ്വ പാപങ്ങളിൽ നിന്നും മോചനമാണ് ഈ കുളിയിൽ നിന്നും ലഭിക്കുന്ന ഫലം. സീതാദേവിയെ അഗ്നിപരീക്ഷയ്ക്ക് ഇടയാക്കിയ ആ ഒരു പാപം നീക്കുന്നതിനായി അഗ്നിദേവനും ഇവിടെ കുളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗമായ ഈ ഒരു ഭാഗത്തിന് അഗ്നിതീർത്ഥം എന്ന പേര് വന്നതുമെന്നാണ് വിശ്വാസം.